ഒരു കാലത്ത് ഇടത് കോട്ടയായിരുന്ന സ്ഥലത്ത് BJPയുടെ ഒരു വലിയ തോതിലുള്ള തേരോട്ടമാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് എടുത്തു പറയേണ്ടി വരും. അതായത് ഇടതുപക്ഷത്തിന് നിലയുറപ്പിക്കാൻ പോലും പറ്റാത്ത തരത്തിലുള്ള പരാജയങ്ങളാണ് പലപ്പോഴായി അവിടെ നേരിട്ട് കൊണ്ടിരിക്കുന്നതെന്ന് എടുത്തു പറയണം. മറ്റെവിടെയുമല്ല, ത്രിപുരയിൽ തന്നെയാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. വിശദമായി പറയുകയാണെങ്കിൽ, വടക്കൻ ത്രിപുരയിലെ പാനിസാഗറിലെ പത്മബിലിൽ ജനമംഗൾ സഹകരണ സംഘം നടത്തുന്ന പ്രാഥമിക കാർഷിക സഹകരണ സംഘത്തിന്റെ PSCS തെരഞ്ഞെടുപ്പിൽ 5 സീറ്റുകളും BJP പാർട്ടി വിജയിച്ചിരിക്കുകയാണ്. ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം ഒരു നാണംകെട്ട തോൽവിയിലേക്കാണ് കാര്യങ്ങൾ മാറി എന്നുള്ളത് വ്യക്തമാണ്. അതായത് 5 സീറ്റുകളും BJP തൂത്തുവാരുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുകയായിരുന്നു. പ്രതിപക്ഷത്തിനൊന്നും തന്നെ യാതൊരു വിധത്തിലുള്ള റോളും ഇല്ലാത്ത തരത്തിലോട്ട് ഈ ഒരു തെരഞ്ഞെടുപ്പ് മാറുകയായിരുന്നു ത്രിപുരയിൽ. നമുക്കറിയാം, ഒരു ഘട്ടത്തിൽ ഇടതുപക്ഷത്തിന് ഏറ്റവും കൂടുതൽ സ്വാധീനമുണ്ടായിരുന്ന ഒരു സ്ഥലം തന്നെയാണ് ത്രിപുര എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അവർ ഭരിച്ചിരുന്ന ഒരു സ്ഥലം കൂടിയാണ് ത്രിപുര. ആ ത്രിപുരയിലാണ് ഇപ്പോൾ നിലം തൊടാനാവാത്ത തരത്തിലുള്ള തോൽവികൾ ഇപ്പോൾ പ്രതിപക്ഷം അവിടെ ഏറ്റുവാങ്ങിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളത് യാഥാർത്ഥ്യമായിട്ടുള്ള കാര്യം തന്നെയാണ്. പല തെരഞ്ഞെടുപ്പുകളിലും എതിരില്ലാതെ പോലും ഇടതുപക്ഷം തോൽക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറും. അതായത് മത്സരിക്കാൻ പോലും തയ്യാറാവാതെ, മത്സരത്തിന് രംഗത്തിറങ്ങാതെ, മത്സരിക്കാൻ പോലും ആളില്ലാത്ത തരത്തിലോട്ട് ത്രിപുരയിൽ പല തെരഞ്ഞെടുപ്പുകളും മാറുന്നുണ്ട് എന്നുള്ളതും വ്യക്തമാണ്. അതായത് ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം ത്രിപുരയിൽ അവരുടെ ശക്തി ക്ഷയിച്ചുകൊണ്ടേയിരിക്കുന്നു എന്നുള്ളത് തെളിയിക്കുന്ന തരത്തിലുള്ള ഒരു പരാജയമാണ് അവിടെ ഇടതുപക്ഷം ഏറ്റുവാങ്ങിക്കൊണ്ടിരിക്കുന്നത് എന്ന് എടുത്തു പറയേണ്ടി വരും. അതിലൊരു തെരഞ്ഞെടുപ്പ് പരാജയം തന്നെയാണ് ഇപ്പോഴും സംഭവിച്ചിരിക്കുന്നത്. അതായത് തൂത്തുവാരൽ വിജയം എന്ന് തന്നെ പറയേണ്ടി വരും. 5 സീറ്റുകളും വിജയിച്ചുകൊണ്ട് BJP അവിടെ അട്ടിമറി വിജയം സ്വന്തമാക്കിയിരിക്കുന്നു എന്ന് എടുത്തു പറയേണ്ടി വരും. ഈ വിജയത്തിന് ശേഷം അവിടെ ഇടതുപക്ഷം ഉന്നയിച്ച ഒരു കാര്യമുണ്ട്. അതായത് CPIM പറഞ്ഞ കാര്യം, ഈ ഒരു തെരഞ്ഞെടുപ്പ് ശരിയായ രീതിയിലല്ല BJP നടത്തിയത് എന്നുള്ള തരത്തിലാണ്. BJP ആണെങ്കിൽ ഈ വിജയത്തിന് ശേഷം അവിടെ ആഘോഷ റാലി വരെ നടത്തുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറിയിട്ടുണ്ടായിരുന്നു. എന്നാൽ CPIMന്റെ ഈ ഒരു ആരോപണത്തോട് BJP മറുപടി നൽകിയതെന്ന് പറയുന്നത്, തെരഞ്ഞെടുപ്പ് നടത്തിയ രീതി കൃത്യമായി തന്നെ പാലിച്ചാണ് നടത്തിയതെന്ന് BJP തുറന്നടിക്കുകയുണ്ടായി. CPIMന്റെ ആരോപണങ്ങൾ തള്ളുകയുമുണ്ടായി. എന്തായാലും വലിയ തോതിലുള്ള ഒരു തെരഞ്ഞെടുപ്പ് പരാജയങ്ങളിലേക്ക് തന്നെയാണ് ഇടതുപക്ഷം ത്രിപുരയിൽ ഓരോ ഘട്ടം കഴിയുമ്പോഴും പോയിക്കൊണ്ടിരിക്കുന്നതെന്ന് എടുത്തു പറയേണ്ടി വരും. അവിടെ പ്രതിപക്ഷം എന്ന് പറയുന്നത് നിഷ്പ്രഭമാവുന്ന തരത്തിലോട്ട് തന്നെയാണ് കാര്യങ്ങളുടെ പോക്കെന്ന് പറയുന്നത്.